ഹായ് ഹലോ. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ഏകദേശം ഒരു 7 മണിയൊക്കെയായി എണീറ്റപ്പോൾ വേറൊന്നുമല്ല, തലേദിവസം കുറച്ച് പണികളുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 7 മണിയോട് കൂടിയിട്ട് എണീറ്റ് കുളിച്ചിട്ട് ഒരു 7:30 ആയപ്പോൾ താഴെ അടുക്കളയിൽ വന്നു. അപ്പോൾ അമ്മ ഓൾമോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ മെല്ലെ ടേബിളൊക്കെ മെല്ലെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ് തുടങ്ങി. പ്ലാനിങ് അല്ല, ചെയ്യാൻ തുടങ്ങി. അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ ചെറിയ ടേബിള് ഞാൻ അവിടെയാണ് എല്ലാം കട്ട് ചെയ്യാനായിട്ട് ഇരിക്കുക. അതുപോലെ ഫുഡ് കഴിക്കാൻ അവിടെ തന്നെയാണ് ഇരിക്കാറ്. കാരണം അവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക കംഫർട്ടാണ്. മറ്റേ ടേബിൾ ഭയങ്കര വലുതാണ്. അപ്പോൾ പിന്നെ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാൻ എന്തെങ്കിലും ചെയ്യാണ്ടിരുന്ന അത്രയും സ്പേസ് നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യും. അവിടെയൊക്കെ ക്ലീൻ ആക്കും വേണം. അപ്പോൾ ഈ ചെറിയ ടേബിളിൽ ഇരുന്നിട്ടാണ് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തത്. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന പച്ചക്കറി ആയതുകൊണ്ട് തന്നെ കുറേ പ്രാവശ്യം കഴുകി ചൂടുവെള്ളത്തിലും കഴുകും, പച്ചവെള്ളത്തിലും കഴുകി വൃത്തിയാക്കിയിട്ടാണ് നമ്മളത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ ഇത് അവിയലിനുള്ള കഷ്ണങ്ങളാണ്. എൻ്റെ വീട്ടിൽ പൊതുവേ അവിയലിൽ കോവയ്ക്കിട്ട് കണ്ടിട്ടില്ല. പക്ഷെ ഇവിടെ ഹസ്ബൻഡോടെ അമ്മ പറഞ്ഞു കോവയ്ക്ക ഇടും, അതങ്ങനെ അറിയൊന്നുമില്ല, തൈര് ഒഴിച്ചിട്ടില്ല, അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒന്നും പ്രത്യേകം എടുത്തറിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5-6 കോവയ്ക്കും ഒരു പിടി പച്ചപ്പയറും ക്യാരറ്റും കായും ഉരുളക്കിഴങ്ങും ചെറിയൊരു ചേനയുടെ കഷ്ണമാണ് നമ്മൾ അവിയലിലോട്ട് എടുക്കുന്നത്. അപ്പോൾ ചേന ഞാൻ അരിയാറില്ല, കൈ ചൊറിയുന്ന കാരണം കൊണ്ട്. എൻ്റെ വീട്ടിലും അമ്മ ചേന അരിയാൻ പറയാറില്ല. ഇവിടെയും ഹസ്ബൻഡ് അമ്മയും അങ്ങനെ തന്നെയാണ്, ചേന അരിയാൻ അമ്മ അരിയാന്നാണ് പറയാറ്. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ചൊറിയുന്നുള്ളത്. ഒരു ദിവസം എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം, എന്നാലേ അറിയുള്ളൂ. പറഞ്ഞു കേട്ടിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ മെല്ലെ മെല്ലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി ഞാൻ വെക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഗ്രീൻ ബീൻസ് കടലയും പപ്പടമാണ് രാവിലെ ഉള്ളത്. ഇന്നലെ, അതായത് തലേദിവസം നേന്ത്രപ്പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതും പുഴുങ്ങിയതുണ്ടായിരുന്നു. അപ്പം അമ്മ അതും പുഴുങ്ങി വെച്ചു. മൊത്തത്തിൽ എന്താണെന്നറിയില്ല, ഒരു ഓണത്തിൻ്റേതായിട്ടുള്ള ഒരു ഫീലൊന്നും ഇപ്രാവശ്യം ഓണത്തിന് ഉള്ളതായിട്ട് തോന്നണില്ല. നമ്മുടെ നാട്ടിൽ കുറേ പരിപാടികളുണ്ട്. കുമ്മാട്ടി ഒരു 3 സൈഡിൽ നിന്ന് 3 ദിവസം ദേശക്കുമ്മാട്ടി ഉണ്ട്. അപ്പം അതിൻ്റെ ഒരു ഉത്സവം ഉണ്ടാവും. ഈ കൊട്ടും മേളവും പിന്നെ പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വലിയ കളങ്ങൾ ഓരോ സൈഡിൽ ക്ലബ്ബുകളൊക്കെ അറേഞ്ച് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഓരോ വർഷം ചെല്ലും തോറും ഓരോരോ പരിപാടികളായിട്ട് ഇല്ലാണ്ടായി. കുമ്മാട്ടിയൊക്കെ ഇപ്പം ഉണ്ട് നിലവിൽ. പക്ഷെ ഈ പറഞ്ഞ പോലെ കളം വരയ്ക്കുന്നതും കളം ഇടുന്ന പരിപാടിയൊന്നും ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ചില ക്ലബ്ബുകളിൽ ചെയ്യുന്നില്ല. പിന്നെ ഉത്രാടത്തിന് അന്ന് രാത്രി പൂക്കള മത്സരമുണ്ട്. അപ്പോൾ രാത്രി മുന്നൊക്കെ ഞങ്ങൾ ഉത്രാടത്തിനന്ന് ഫുഡൊക്കെ കഴിച്ച് വൈകിട്ടാവുമ്പം ഈ പൂക്കളം ഇട്ടതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് പോവാറുണ്ട്. ഞാനൊക്കെ ചെറുതായിരുന്നപ്പം. ഇപ്പം അതിന് വേണ്ടി പോവാറില്ല. ഇപ്പോൾ ഈ ഓണത്തിന് പരിപാടികളൊക്കെ കഴിഞ്ഞ് ആ വഴി ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എല്ലാ കളങ്ങളും കാണും. ഓരോ വർഷം ചെല്ലും തോറും മടി കൂടുകയാണ്. ഓരോ സ്ഥലത്തേക്ക് ഡ്രസ്സ് മാറി പോകണമെന്നുള്ള ആ ഒരു മടി വരുമ്പോൾ അത് സ്കിപ്പ് ചെയ്യും. പിന്നെ പോകുന്നവരൊക്കെ സ്റ്റാറ്റസ് ഇടുമ്പോൾ സ്റ്റാറ്റസിൽ നോക്കിയിട്ട് ഓക്കെ ഇതാണല്ലേ ഇവിടുത്തെ കളങ്ങൾ എന്നൊക്കെ അങ്ങനെ കാണും. അങ്ങനെയൊക്കെയാണ് ഇപ്രാവശ്യത്തെ ഓണത്തിനും. മൊത്തത്തിൽ വീട്ടിലെല്ലാവർക്കും വയ്യ, കഫകെട്ടും പനിയും അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. അമ്മ എല്ലാ പണിയും അടിപൊളിയായിട്ട് ചെയ്യണതാണ്. പക്ഷെ അമ്മയ്ക്കും ഇപ്രാവശ്യം മൊത്തത്തിൽ വയ്യ. ഈ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ച് കൊണ്ടാണോ എന്നറിയില്ല, കഫകെട്ട് അങ്ങോട്ട് മാറണില്ല. അതുകൊണ്ട് തന്നെ എണീക്കാൻ ബുദ്ധിമുട്ട്, എണീറ്റ് കഴിഞ്ഞാൽ പണികൾ ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ നമുക്ക് ഓണായിട്ട് ഇതൊന്നും നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഫുഡ് ഓർഡർ ചെയ്താലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത്തേന് ഭയങ്കര റേറ്റാണ്. നമ്മളെ വീട്ടിലൊരു 7-8 പേരുണ്ടാവും കഴിക്കുമ്പോൾ. അപ്പം അത്രയും പേർക്ക് ഓർഡർ ചെയ്ത് വരുമ്പോൾ എങ്ങനെയായാലും ഒരു 4000-5000 രൂപയൊക്കെ വരും. അപ്പം ആ പൈസ നമ്മളൊരു കുറച്ച് നേരം നമുക്ക് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസത്തേക്കുള്ള ഫുഡും ആവും. അതുപോലെ ഇത്രയും നമുക്ക് പൈസ ചിലവും വരില്ല. ഇവിടെ പൊതുവെ സദ്യ കഴിഞ്ഞ് 2-3 ദിവസത്തേക്ക് കറികളൊക്കെ ഫ്രിഡ്ജിൽ ഉണ്ടാവാറുണ്ട്. ഈ പറഞ്ഞ അവിയലും കാളനും, അതായത് മോരുകറിയും, അതൊക്കെ ഇവിടെ എപ്പോഴും ഫ്രിഡ്ജിൽ കാണും. 2-3 ദിവസത്തേക്ക് നമുക്കത് കഴിക്കാം. അപ്പം അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാൻ സാമ്പാറാണ് വെച്ചത്. ഞാൻ ആദ്യം സാമ്പാർ വെച്ചപ്പോൾ നല്ല ഉപ്പും പുളിയൊക്കെ കുറവുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വിചാരം നല്ല ഉപ്പും പുളിയുണ്ടെന്നാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ കഫകെട്ടുള്ളതുകൊണ്ടും തൊണ്ടയ്ക്കൊരു സുഖമില്ലാത്തതുകൊണ്ടും ടേസ്റ്റ് ഒട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ കയ്യിൽ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോഴാണ് അമ്മ പറഞ്ഞത്
ഉപ്പും പുളിയൊന്നും ഇല്ലാന്ന്. അപ്പോൾ വീണ്ടും ഉപ്പിട്ട് കുറച്ച് പുളിയൊക്കെ പിഴിഞ്ഞൊഴിച്ചിട്ടാണ് സാമ്പാർ സെറ്റായത്. പിന്നെ കാളൻ അമ്മ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെച്ചു. അത് ജസ്റ്റ് കാച്ചി ഒഴിക്കൽ പരിപാടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നെയ്യ് ഒഴിച്ചിട്ടാണ് കാച്ചാൻ പറഞ്ഞ അമ്മ, കടുക് പൊട്ടിക്കാൻ പറഞ്ഞത്. നെയ്യ് ഒഴിച്ചിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് മോര് കറി വെക്കുന്നത്. എൻ്റെ വീട്ടിലങ്ങനെ ഞാൻ ഇതുവരെ വെച്ച് കണ്ടിട്ടുമില്ല, ഞാൻ വെച്ചിട്ടില്ല. അപ്പം അമ്മ പറഞ്ഞു വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യ് ഇട്, അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നത്. ഇവിടെ എല്ലാ കറികളും വെളിച്ചെണ്ണയിലാണ് വെക്കുക. എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ വറുക്കാനും പിന്നെ ചില ഉപ്പേരികളിലൊക്കെ ഓയിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഇവിടെ ഫുൾ എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ചെയ്യാം. അങ്ങനെ ദേ മോരൊക്കെ കാച്ചി ഒഴിച്ചു. അപ്പോൾ ഇത് ചെറിയ അടുക്കളയാണ്, അപ്പുറത്ത് വലിയ അടുക്കളയുണ്ട്. അപ്പോൾ അവിടെ അമ്മ പകുതി കറികൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം, ഇവിടെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. കഴിഞ്ഞ വിഷുവിന് ഞാനൊരു 3-4 തരം കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വെക്കാനും വയ്യ, പിന്നെ സമയമില്ല. അപ്പം അമ്മ അവിടെ ചടപടയെ പറഞ്ഞിട്ട് വലിയ അടുക്കളയിൽ ഓരോന്ന് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ സാമ്പാറും അതുപോലെ മോര് കാച്ചൽ, അതുപോലെ തന്നെ പയറും കായും ഉപ്പേരി വെക്കൽ, അതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ സാമ്പാറൊക്കെ ഒരു പാത്രത്തിൽ വെച്ചതിന് ശേഷം കുക്കർ കാലിയാക്കാൻ വേണ്ടിയിട്ട് അത് പകർത്തി വെച്ചു. മോര് കറി നമ്മളിതേപോലെ ഈ ചില്ലിൻ്റെ കുപ്പിയിൽ, ഗ്ലാസ് കുപ്പിയിലാക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് ആവശ്യത്തിന് എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ ഇതും ആക്കി വെച്ചു. ആവുന്ന കറികൾ വേഗം അപ്പപ്പോൾ ആക്കി നമ്മൾ ആ വെച്ച പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. പാത്രങ്ങൾ കഴുകി വെക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പാത്രങ്ങൾ കഴുകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ കുറേ ഇങ്ങനെ വാരി വലിച്ച് കഴുകാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പപ്പോൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ ഓരോ കറികൾ വെച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കഴുകുക, ഒന്ന് ക്ലീൻ ചെയ്തിടുക. അപ്പം നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പണിയും കഴിയുമ്പോൾ ഭയങ്കര ഓവർലോഡായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പം ഞാൻ ഓരോരോ പാത്രങ്ങളായിട്ട് കഴുകിയെടുക്കുകയാണ്. ഇപ്പം ഞാൻ പയറും കായും വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിടാണ്. ഓരോന്നാണ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ ആലോചിക്കും, പണ്ട് കാലത്തൊക്കെ ഈ ഗ്യാസ് ഇല്ലാത്ത സമയത്ത് അമ്മമാർ എത്രയോ നേരത്തെ എണീറ്റിട്ട് എത്രയോ കറികളൊക്കെ അടുപ്പ് ഊതിയിട്ട് അടുപ്പിൽ വെക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആലോചിക്കും, ഇവിടെ ഗ്യാസിൽ 3 അടുപ്പും കത്തിക്കും, എല്ലാം ചെയ്തിട്ട് നമ്മൾ രാവിലെ തുടങ്ങിയാൽ കഴിയുമ്പോൾ ഒരു ടൈമാവും. ഇത് തന്നെ ഓൾമോസ്റ്റ് ഒരു എല്ലാ കറിയും ആയി പായസടക്കം വെച്ച് വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 മണിക്ക് ആയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വിഷുവിന് ഞങ്ങൾ പെട്ടെന്ന് എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം ഓണത്തിന് എന്താ പറ്റിയെന്ന് അറിയില്ല, വയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നത്. അതുപോലെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ആടിപ്പാടിയൊക്കെ തുടങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഒരു 9-10 മണിയായി. അതുകൊണ്ട് കറികളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു 2 മണിക്കായി. നമ്മളിവിടെ ഓണത്തിന് സദ്യയിൽ ഉണ്ടാക്കിയത് സാമ്പാർ, അവിയൽ, മോരുകറി, പയറും കായും ഉപ്പേരി, പിന്നെ ഗ്രീൻ ബീൻസ് കടല. കൂട്ടുകറി എന്ന് പറയാൻ പ്രത്യേകിച്ച് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്രീൻ ബീൻസ് കടല പുട്ടിലേക്ക് ഉണ്ടാക്കിയത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത്, ഇഞ്ചമ്പുളി, അച്ചാർ, ഓലൻ, പിന്നെ എന്താണ് വെള്ള സ്റ്റൂ, അങ്ങനത്തെ ഒരു എല്ലാം, പുളിശ്ശേരിയും പിന്നെ അച്ചാർ, അതൊക്കെ കൂടിയിട്ട് ഏകദേശം ഒരു 10ഓളം കറികൾ ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ എൻ്റെ ഹസ്ബൻഡ് പായസത്തിലോട്ടുള്ള നാളികേരം ചിരകാണ് കേട്ടോ. 2 ദിവസമായിട്ട് ഓൾമോസ്റ്റ് ഒരു 10 നാളികേരത്തിനടുത്ത് ആൾ ചിരകിയിട്ടുണ്ട്. ലാസ്റ്റ് ചിരകി വന്നപ്പോൾ അധികമായിപ്പോയി. അപ്പോൾ നമ്മൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. ആൾക്കായിരുന്നു പറമ്പിൽ നിന്ന് നാളികേരം പറക്കലും അത് പൊളിച്ച് വെക്കലും ചിരകി വെക്കലുള്ള ഡ്യൂട്ടി. അതെല്ലാ വർഷവും ആൾ തന്നെയാണ് ചെയ്യാറ്. പിന്നെ നമ്മളെ കൊണ്ടൊന്നും നാളികേരം ചിരകാന്ന് പറഞ്ഞാൽ ഇത്രയും നാളികേരമൊന്നും ചിരകാൻ എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് പെട്ടെന്ന് വയ്യാണ്ടാവും, അമ്മയ്ക്കും വയ്യാണ്ടാവും. അപ്പോൾ ആൾ തന്നെയാണ് നാളികേരം ചിരകുന്ന പണി മെയിനായിട്ട് ചെയ്യാറ്. അപ്പോൾ 2 ദിവസമായിട്ട് ഏകദേശം 10 നാളികേരത്തോളം 12 നാളികേരത്തോളം ആൾ ഏകദേശം ചിരകി വെച്ചു. അങ്ങനെ പയറും കായും ഉപ്പേരിയായി. അങ്ങനെ ഞാനിവിടെ വന്ന് നോക്കിയപ്പോൾ ഉണ്ട് അമ്മ വലിയ അടുക്കളയിൽ നിന്നിട്ട് വടുകപ്പുളി അച്ചാറാക്കിയിട്ടില്ല. ഇത് വെറുതെ ആ ചെറിയ മുളകും ചൊറുക്കും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് ഈ അച്ചാർ ഭയങ്കര ഇഷ്ടം. എനിക്ക് മറ്റ് മാങ്ങ, നാരങ്ങ എല്ലാ അച്ചാറിലും വെച്ചിട്ട് വടുകപ്പുളി അച്ചാർ ഭയങ്കര ഇഷ്ടമാണ്. കല്യാണത്തിനൊക്കെ കിട്ടുമ്പോൾ ഞാൻ കുറേ കഴിക്കാറുണ്ട്. ഇതമ്മ ജസ്റ്റ് ഇങ്ങനെ ആക്കി വെച്ചേക്കാണ്. ഇങ്ങനെയാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. എനിക്കും ഇങ്ങനെ ഇഷ്ടമാണ്, അച്ചാറാക്കുന്ന ഇഷ്ടമാണ്. ഇതിന് പ്രത്യേക ഒരു, എല്ലാവരും പറയും കയ്പ്പുള്ളതുകൊണ്ട് അത് ഇഷ്ടമാണ്. പക്ഷെ ആ ഒരു കയ്പ്പ് ടേസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ ഞാൻ അടുക്കള ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടുത്തെ പണി ഓൾമോസ്റ്റ്, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി ഓൾമോസ്റ്റ് കഴിയാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കഴിയാറായി കഴിഞ്ഞാൽ വേഗം ക്ലീൻ ചെയ്ത പരിപാടി കഴിഞ്ഞുള്ളൂ. അത് കഴിഞ്ഞിട്ട് അമ്മേനെ അപ്പുറത്തെ അടുക്കളയിൽ പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാമെന്ന് വിചാരിച്ച് ഞാനെല്ലാം ക്ലീൻ ചെയ്തിട്ടു. അപ്പോൾ ഉണ്ട് അമ്മയുടെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞ് അമ്മ പായസം ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഞാനതൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. പരിപ്പ് വേവിക്കാം,
അത് കഴിഞ്ഞ് നാളികേരം അരച്ച് അതിൻ്റെ പാലെടുക്കുക. അതൊക്കെയാണ് അമ്മ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അമ്മ എന്തൊക്കെയാണ് ചെയ്യണതെന്ന് നോക്കിക്കൊണ്ട് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ റൂമിൽ പോയി. ഞാൻ രാവിലെ ഹെയർ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ തന്നെ നോക്കിയപ്പോൾ നല്ല തണുപ്പുള്ള വെള്ളം. അപ്പം ആ വയ്യാത്ത സമയത്ത്, കഫകെട്ടുള്ള സമയത്ത് ഹെയർ വാഷ് ചെയ്തിട്ട് പനി വരണ്ട വിചാരിച്ചിട്ട് ഞാൻ ഈ പണികളൊക്കെ ഒതുങ്ങിയപ്പോൾ നേരെ ഹെയർ വാഷ് ചെയ്യാൻ പോയി. പോയി വരുമ്പോഴേക്കും ഏകദേശം പായസത്തിൻ്റെ ഒരു പകുതി പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പാലൊക്കെ ഒഴിച്ചു, രണ്ടാം പാലൊക്കെ ഒഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അമ്മ നെയ്യിൽ വറുത്തെടുത്ത് ഓൾമോസ്റ്റ് പായസത്തിലേക്ക് തട്ടാനുള്ള സമയമായപ്പോഴാണ് ഞാൻ എത്തിയത്. അപ്പത്തിനും ഞാൻ ഓക്കെ, ഈ ഭാഗം കൂടി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തു. അങ്ങനെ പായസം റെഡിയായി. ഏകദേശം ഒരു 2:30 കൂടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനിരുന്നു. അവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് എടുത്തിട്ട് നേരെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നു. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് എൻ്റെ വീട്ടിലിരുന്നിട്ടാണ്. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഓണവിശേഷം. അപ്പം നിങ്ങളുടെയും വീട്ടിൽ സർവ്വസാധാരണമായി ഇതൊക്കെ നടക്കാമെന്നറിയാം. എന്നാലും ഞങ്ങളുടെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കേട്ടോ.